അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് പിന്നെ വർത്താനം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഹൈറല്ലേ? കാലിദ്ഖാനെ വെയിലെത്തിർത്തിയെന്ന് ഇന്ന് കാലിദ്ഖാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് കാലിദ്ഖാൻ എന്താ വെച്ചാല് ഗുണ്ടൽപേട്ട കേരളത്തിലും കർണാടകയിലും ആയിട്ട് കുറെ ജീവിച്ച ആളാ. അപ്പൊ മൂപ്പരോട് നമ്മൾ ചോദിച്ചു നോക്കി എന്തൊക്കെയാണ് കേരളവും കർണാടകയും ഒക്കെ തമ്മിലുള്ള മാറ്റങ്ങൾ, മനുഷ്യന്മാരോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ എങ്ങനെ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. എല്ലാ നാട്ടിലും കറങ്ങിയിട്ട് വന്ന ആളാണ് ഞാൻ. ഇന്ത്യയിലെ പാതി സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് വന്ന ആളാണ്. എനിക്ക് കേരളക്കാരും ഇഷ്ടമാണ്, തമിഴ്നാട്ടുകാരും ഇഷ്ടമാണ്, കർണാടകക്കാരും ഇഷ്ടമാണ്. ഞാൻ 3 സ്റ്റേറ്റിൽ ജീവിക്കുന്നു. കണ്ടോ മനുഷ്യ സ്നേഹിയാണ് ഇയാള്. മനുഷ്യ സ്നേഹിയാണ്. സാഫി വിജില് അതാ ഇയാളൊക്കെയാണ് കമ്പനി എന്ന് പറഞ്ഞത്. കാലിദ്ഖാൻ ഇന്റർവ്യൂ എടുക്കട്ടെന്ന് കാലിദ്ഖാനോട് ചോദിക്കണേനെല്ലാം മറുപടി പറയണേ. അതുകൊണ്ട് കാലിദ്ഖ നമ്മൾക്ക് നമ്മളെ ഈ ഫോളോവേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു മോട്ടിവേഷൻ ആയിട്ട് എങ്ങനെ ജീവിക്കണം, എന്താണ് നിങ്ങൾ ഈ ഒരു ജീവിതാനുഭവങ്ങൾ? ഇത്രയൊരു 53-ാം വയസ്സിൽ നിങ്ങൾക്ക് ഓരോരോ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ ജീവിച്ചാൽ നാളെ മരിച്ചാൽ പോയി. നമുക്ക് അങ്ങനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളാണ്. നാളെ തന്നെ പോയാലും എനിക്ക് സന്തോഷമുള്ളൂ. നാളെ തന്നെ പോയാൽ സന്തോഷമുള്ളൂ. അത് നമുക്ക് ആയുസുണ്ടല്ലോ. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വന്ന് നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് വന്ന് കൂട്ടുകാരന്മാരൊക്കെ അല്ലേ, അത് മതി. കൂടല്ലൂരുകാരൻ കാലിദ് ഭായി ആട്ടത് മൂപ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടല്ലേ? നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. ജനങ്ങളോട് ഇടപഴകാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് കേട്ടോ. എന്തായാലും മൂപ്പർക്ക് നമ്മളെല്ലാരും തന്നെ ഉള്ളൂ. നമ്മളെ മുതലാളിയാണ് മൂപ്പരെ മെയിൻ. 10-20 കൊല്ലമായി മൂപ്പരപ്പുരം. അപ്പൊ കാലിദ് ഭായിക്ക് നിങ്ങൾ എല്ലാവരും ഓരോ ലൈക്ക് കൊടുക്കിട്ടോ. കമന്റിൽ ഒരു ഹാർട്ട് ഇട്ട് കഴിഞ്ഞാൽ കാലിദ് ഭായിക്ക് ഭയങ്കര ഇഷ്ടാവും. ഒരു ലവ് ചിഹ്നത്തിലേ ലൈക്ക് എല്ലാം ഇങ്ങനെ അടിച്ചാൽ മതി അല്ലെ കാലിദ്ക്ക? ഫോളോവേഴ്സിനോടൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി പറഞ്ഞാണി. ഫോളോവേഴ്സിനോടൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുത്തോളി. അറിയാത്ത ആൾക്കാർ ചുരുക്കമുള്ളൂ. ആയിക്കോട്ടെ.